മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കരുത്. ചിലപ്പോൾ നാം അറിഞ്ഞുകൊണ്ട് തന്നെ നുണ പറയേണ്ടി വരുന്നു. അതായത് കണക്ക് സംബന്ധമായി പോലും നാം നുണ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഒരിക്കലും നുണ പറയാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്തിട്ട് നുണ പറയാൻ പാടുണ്ടോ? അതിനെപ്പറ്റി പറയൂ. നുണ പറയാൻ എന്താണ് കാരണം? അതായത് നമ്മുടെ മുന്നിലിരിക്കുന്നവർ സന്തോഷമായിരിക്കണം, ദുഃഖിക്കാൻ പാടില്ല. അതായത് അവർക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ നാം പറയുന്ന ആൻസർ കാരണം അവർക്ക് മനസ്സ് വിഷമിക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കലോ 2 പ്രാവശ്യമോ നുണ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യം സാധിക്കാൻ സാധിക്കും. എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ മുന്നിലുള്ളവരും വളരെ സ്മാർട്ടായിരിക്കും. നിങ്ങൾ നുണ പറഞ്ഞവരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. എന്തിനാണ് നുണ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നത്? നമ്മുടെ ബുദ്ധി ഒരുപക്ഷെ നമ്മോട് അങ്ങനെ പറഞ്ഞാലും ശരി, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്? അത് സക്സസ്ഫുൾ ആയിരിക്കില്ല. ഇറ്റ് ഈസ് ബെറ്റർ. നമുക്ക് സങ്കല്പങ്ങളുണ്ടാവാം, പക്ഷേ നാം കാരണം മറ്റുള്ളവർ ദുഃഖിക്കാൻ പാടില്ല. ആരെയും സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല എന്നാണ് പറഞ്ഞത്. അവരെ ദുഃഖിപ്പിക്കാതിരുന്നാൽ മതി. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. നാം കാരണം ആരും ദുഃഖിക്കാതിരുന്നാൽ തന്നെ അത് വലിയ കാര്യമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന് നിങ്ങൾ കരുതിയാൽ ചീത്തയാവുകയേ ഉള്ളൂ. കഷ്ടപ്പെടുത്താതെ ഒരു പരിധിവരെ നന്നായി ജീവിച്ചാലേ അതെല്ലാവരെയും സന്തോഷിപ്പിക്കും. ആരെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് കരുതിയാൽ നിങ്ങളുടെ മനസ്സ് മുഴുവനും, നിങ്ങളുടെ അവെയർനെസ് അവരെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക എന്നതിൽ ചുറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്താൽ അവർ ദേഷ്യപ്പെടും, ഇങ്ങനെ ചെയ്താൽ അവർ സന്തോഷിക്കും, ഇങ്ങനെയുള്ള ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കൂ. ഓക്കെ? ബട്ട് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത ശേഷവും അവർക്ക് സന്തോഷമുണ്ടാവില്ല. അവർക്ക് സന്തോഷം ഉണ്ടാവണം എന്ന ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എക്സ്പെക്റ്റേഷൻസ് വളരെ അധികമായിരിക്കും. മനസ്സിലായോ? ഇറ്റ്സ് ബെറ്റർ മനസ്സുകൊണ്ട് ആർക്കും നാം ദുഃഖമുണ്ടാക്കാൻ പാടില്ല എന്ന് കരുതാം. ആരെയും ദുഃഖിപ്പിക്കരുത് എന്ന ചിന്തയോടെ നാം ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ തോട്ട്സും എല്ലാം ശരിയായിരിക്കും. ആരെയും വേദനിപ്പിക്കുന്ന വിധത്തിലായിരിക്കില്ല. നിങ്ങൾക്കും സമാധാനമുണ്ടാവും. അവർക്ക് എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ദിവസം മുഴുവനും ഒരേ ഒരു ചിന്ത മാത്രമേ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. എങ്ങനെയാണ് അവരെ സന്തോഷപ്പെടുത്തുക എന്നത് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്താലും അവർ സന്തോഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും അവർക്ക് സന്തോഷമില്ലാതെ പോയാൽ നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടാവാൻ തുടങ്ങും. അയ്യോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് കുറച്ചുപോലും സന്തോഷമില്ലാതിരിക്കുന്ന കണ്ടില്ലേ? സാരമില്ല, വിട്ടേക്കൂ. എല്ലാം നഷ്ടമായില്ലേ? ഇഗ്നോർ ചെയ്യൂ. സാധിക്കുമെങ്കിൽ പരിഹാരം ചെയ്യൂ. നടന്നത് വിട്ടേക്കൂ. ദുഃഖം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഏതെങ്കിലും ഒരു വിധത്തിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കരുത് എന്നതായിരിക്കണം നമ്മുടെ ചിന്ത. പരിഹാരം ചെയ്യാം. അത് ചെയ്താൽ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാം ക്ലിയർ ആവും. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് മുരാരി? താങ്കൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹൗ ക്യാൻ ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് us so that when we go home you just don't forget it? നമ്മുടെ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും, ഞാനിപ്പോൾ പറയുന്നതെല്ലാം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടിരുന്നാൽ അത് മനസ്സിൽ വളരെ നന്നായി പതിയും. നിങ്ങൾക്കത് മനസ്സിലാവും. അത് നിങ്ങളുടെ മനസ്സിൽ ഫിറ്റാവും. ഓക്കെ? അതിനുശേഷം എല്ലാം തന്നെത്താൻ നടക്കാൻ ആരംഭിക്കും. എപ്പോഴും എന്താണ് ഉണ്ടാവുക എന്നോ, നല്ലതെന്താണെന്ന് തോന്നുന്നുവോ അതിനെ നാം നമ്മുടെ ഭാഗത്തേക്ക് വലിക്കുന്നു, അല്ലേ? മനസ്സിനകത്ത് അങ്ങനെ തന്നെ അടക്കി വയ്ക്കുന്നു.
പിന്നീട് ഓട്ടോമാറ്റിക്കായി ആ കാര്യം നടക്കാൻ തുടങ്ങും. ഇവയുടെ പവർ നിരന്തരമായി നമുക്കുള്ളിൽ തന്നെ ആയിരിക്കും. എനിക്കിത് ജ്ഞാനികളിൽ നിന്നാണ് ലഭിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു. അതിന് വേറെ തന്നെ പവറുണ്ട്. ലെറ്റേഴ്സ് ഇത് നന്നായിരിക്കും എന്ന് തോന്നിയാൽ നമുക്ക് ഫേവറബിൾ ആയ കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഈ വിഷയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നല്ല നിലയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, ഇത് വളരെ ശരിയാണ്, ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇതുവരെ റോങ് ആയി പോയിക്കൊണ്ടിരുന്നു, ഇനി ഈ വഴിയിലൂടെയാണ് പോവേണ്ടത്, കാരണം ഇതാണ് ശരിയായ വഴി. ഇത് തന്നെത്താൻ നടന്നുകൊള്ളും. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടി വരില്ല. ചെയ്യണമെന്ന് തോന്നിയാലും എത്രമാത്രം ചെയ്യേണ്ടി വരും? നിങ്ങൾക്കിത് സ്വയം മനസ്സിലാവേണ്ടതാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭഗവാൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബുദ്ധൻ ഇവരെപ്പറ്റിയെല്ലാം ഞങ്ങൾ കുറേശ്ശെ കേട്ടിട്ടുണ്ട്. ആരെപ്പറ്റി? ഭഗവാൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബുദ്ധൻ. ശരി. അവർ കുട്ടികളായിരുന്ന കാലം മുതൽക്കുള്ള എല്ലാ കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കഥകൾ വളരെ ഇഷ്ടമാണ്. വളരെ നല്ലത്. ആൻഡ് അതർവൈസ് ശ്രീമന്ദർ സ്വാമിയെപ്പറ്റി വിശദമായി ഒന്ന് പറയാമോ? അദ്ദേഹത്തെപ്പറ്റി അധികം ഞങ്ങൾ കേട്ടിട്ടില്ല, ഐഡിയയില്ല. അതിനെന്താണ് കാരണമെന്നോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, മഹാവീർ ഇവരും ഈ ഭൂമിയിൽ തന്നെയാണ് ജനിച്ച് വളർന്നിരിക്കുന്നത്. ഇവരെ പറ്റി എഴുതിയ ശാസ്ത്രങ്ങളെല്ലാം നമ്മുടെ പക്കൽ ധാരാളമുണ്ട്, വളരെ പ്രസിദ്ധവുമാണ്. അവരെ പറ്റിയെല്ലാം കൂടുതൽ പ്രചാരമായിട്ടില്ല. അവരെപ്പറ്റി വളരെ കുറവായിട്ടേ മറ്റുള്ളവർക്ക് അറിയൂ. ചില ജ്ഞാനികൾക്ക് ഇവരെ പറ്റി ധാരാളം അറിയാം. നമ്മുടെ ഇന്ത്യയിൽ ശ്രീമന്ദർ സ്വാമിക്ക് ചില അമ്പലങ്ങൾ കെട്ടിയിട്ടുണ്ട്. ധാരാളം അമ്പലങ്ങളുണ്ട്. ഗുജറാത്തിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. അദ്ദേഹം ഒരു ദീർഘദർശിയായിരുന്നു. മഹാവീർ ഭഗവാനെ പോലെ അദ്ദേഹവും ഒരു ഭഗവാനാണ്. മഹാവീർ ഭഗവാൻ ഭൂതകാലത്ത് കുറഞ്ഞത് 240 വർഷം മുൻപുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഭൂമിയിൽ തന്നെ. അദ്ദേഹം ഭൂതകാലത്തിലെ ദീർഘദർശിയായിരുന്നു. ഇദ്ദേഹം വർത്തമാനകാലത്തിലെ ദീർഘദർശിയാണ്, ശ്രീമന്ദർ സ്വാമി. ഇപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിലുള്ള ഭഗവാനല്ല, മറ്റൊരു ഭൂമിയിലാണ് അദ്ദേഹം ഇപ്പോൾ. അതായത് ഈ ഭൂമിയെ ഭരതക്ഷേത്രം എന്ന് പറയുന്നു, ആ ഭൂമിയെ മാവി ക്ഷേത്രം എന്ന് പറയുന്നു. ശ്രീമന്ദർ സ്വാമി അവിടെയാണുള്ളത്. കൂടാതെ അവിടെ ഇപ്പോൾ സത്യയുഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം പറയാറില്ലേ, ഇപ്പോൾ സത്യയുഗത്തിൻ്റെ കാലമാണെന്ന്. അങ്ങനെയാണ്. അവിടെ എപ്പോഴും സത്യയുഗമാണ്. ഇവിടെ കലിയുഗം നടന്നുകൊണ്ടിരിക്കുന്നു. ദ്വാപരയുഗം എല്ലാം വന്നു കഴിഞ്ഞു. ഇവിടെ യുഗം മാറുന്നത് പോലെ അവിടെ യുഗം മാറുന്നില്ല. എല്ലാ കാലത്തും സത്യയുഗമാണ് നടക്കുന്നത്. ഇവിടെ കലിയുഗത്തിൽ ദുഃഖം അധികവും സുഖം വളരെ കുറവുമായി കാണപ്പെടുന്നു. അവിടെ സുഖം എന്നതൊഴികെ മറ്റൊന്നുമില്ല. മനുഷ്യർക്ക് സുഖം ആവശ്യമാണ്. ശാശ്വത സുഖം ആത്മാവിൽ നിന്നാണ് ലഭിക്കുക. ഈ സുഖത്തെ ആരാണോ നേടിയിരിക്കുന്നത് അവരുടെ പക്കൽ നിന്ന് നമുക്കത് ലഭിക്കും. ശ്രീമന്ദർ സ്വാമി പരിപൂർണ ജ്ഞാനം നേടിയ ഒരു വ്യക്തിയാണ്, നേടിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്കും പ്രാപ്തമാക്കി കൊടുക്കാനായി മഹാബലി ക്ഷേത്രത്തിൽ ശ്രമിക്കുന്നു. ദാദാജിക്ക് ഡയറക്റ്റായി ഇദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നു. ബട്ട് നാച്ചുറലായിരുന്നു. അത് തനിക്ക് ഉണ്ടെന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഇറ്റ് ഹാപ്പൻഡ്. കഴിഞ്ഞ ജന്മത്തിലെ കണക്ക് പ്രകാരം അവർ ഇരുവരും സംസാരിക്കാൻ ചിലത് ബാക്കി വെച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ജന്മത്തിൽ
സൂക്ഷ്മ ശരീരം കൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ജ്ഞാനദീക്ഷ വാങ്ങിയത്. ചോദ്യവും ഉത്തരവും എല്ലാം നടന്നുകൊണ്ടിരുന്നു. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേട്ട് അത് സോൾവ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ജ്ഞാനം അദ്ദേഹത്തിന് ഡയറക്റ്റായി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ദാദാജിയിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തെയാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതിൽ ഭഗവാൻ ഉണ്ടായിരിക്കും, പക്ഷേ ചടങ്ങുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നീട് ജനിച്ചവർ എല്ലാവരും അവരവരുടെ സൗകര്യത്തിന് യോജിച്ച വിധത്തിൽ ഓരോരോ ആചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഭഗവാനെ ഒരു ബൗണ്ടറിക്കകത്ത് വെച്ച് അടച്ചു. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കും. അതായത് വളരെ കാലം അവർ ജീവിച്ചിരിക്കും. അതായത് ഇന്നത്തെ പോലെയല്ല. പണ്ട് നടന്ന സംഭവത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ കാലത്ത്, ആദ്യകാലത്തിൽ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്ത് ആയുസ്സിൻ്റെ കാലാവധി 5000 വർഷങ്ങളായിരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ കാലത്ത് ആയുസ്സിൻ്റെ കാലാവധി 15000 വർഷങ്ങളായിരുന്നു. അതിനു മുൻപ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ സത്യയുഗത്തിലും അവരുടെ ആയുസ്സും വളരെ ദൈർഘ്യമുള്ളതായിരിക്കും. അത് ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 ലക്ഷം കൂടി അധികമായിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മോക്ഷത്തിലേക്ക് പോവാം. ഇങ്ങനെയാണ് സ്ഥിതി. അവരുടെ ദേഹവും വളരെ വലുതായിരുന്നു. ഒരു 500 മുതൽ 3000 അടി വരെ ഉയരമുണ്ടാവും അവർക്ക്. എല്ലാം അങ്ങനെ തന്നെയായിരിക്കും, റിലേറ്റീവ് ആയിരിക്കും. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെ ഇതേമാതിരിയാണ്. ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട്. ദാദാജിയും ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്യാസിമാരില്ലേ, അവരെ മോക്ഷപ്രാപ്തിക്കായി നാം സമീപിക്കേണ്ടതല്ലേ? ശ്രീമൻ സ്വാമിയുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി നാം എന്തിനെയാണ് നേട്ടങ്ങളെന്ന് പറയുന്നത്? നേട്ടങ്ങൾ ആത്മാവിനുണ്ടാവുന്നതാണ്. നിങ്ങൾ ആത്മജ്ഞാനം പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ള ഉപാധികളാണ് അവയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവയൊന്നും ഉപാധികളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവയാണ്. അതായത് നിങ്ങൾ എന്നെ കാണുന്നു, ജ്ഞാനത്തെപ്പറ്റി മനസ്സിലാക്കി ജ്ഞാനം പ്രാപ്തമാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് പ്രകാശം, ജ്ഞാനപ്രകാശം പ്രാപ്തമാവുന്നു. അത് നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊരു അടിസ്ഥാനമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഞങ്ങളൊരു വഴികാട്ടിയായിരിക്കും, നിങ്ങൾക്ക് ജ്ഞാനദീക്ഷ നൽകാൻ. സദ് എന്നത് പ്രാപ്തമാവാൻ സാധ്യതയുണ്ടാക്കി തരുന്നു. സദ് എന്നതിനെ പ്രാപ്തമാക്കാനുള്ള ഒരു ഉപാധി, ആത്മജ്ഞാനം പ്രാപ്തമാക്കാൻ. അതിനുമുപരി വളർന്ന് മുന്നേറിക്കൊണ്ടിരുന്നാൽ അതിനുള്ള വഴി കിട്ടും. അതിനുശേഷം കേവല ജ്ഞാനത്തിൽ ലാസ്റ്റ് ടച്ച്, അന്തിമം, ഫുൾ എൻലൈറ്റ്മെന്റ് എന്ന് പറയാറില്ലേ, ഫുൾ മൂൺ, അത് നമ്മുടെ പക്ഷത്തില്ല. ദാദാജിക്കും അതുണ്ടായിരുന്നില്ല. കാരണം ഈ കലിയുഗത്തിൽ അങ്ങനെയുള്ള ശക്തികളൊന്നും പ്രാപ്തമാവാറില്ല. ഇതുവരെ ആരും ചെന്നെത്താറുമില്ല. ആ കാലമെല്ലാം പോയി. ഈ കലിയുഗത്തിൽ അങ്ങനെ ഒന്നും തന്നെയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാം ഒരുമിച്ച് ലഭിക്കും. അദ്ദേഹത്തെ ദർശിച്ചാൽ ഈ മനസ്സ് 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെയാവും. ഇവിടെ അത് ഫുൾ മൂൺ എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെയും ഫുൾ മൂണുണ്ട്. അതിനുശേഷം മോക്ഷത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഇതിനൊരു മഹത്വമുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. ഇത് അവസാനത്തെ അടിസ്ഥാനമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം ഒരു വിധത്തിൽ ഓട്ടോമാറ്റിക്കായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഈ പാതയിൽ കൂടി നിങ്ങൾ പ്രയാണം ചെയ്തുകൊണ്ടേയിരുന്നാൽ ബാക്കിയെല്ലാം നിങ്ങളുടെ മുന്നിൽ ഓട്ടോമാറ്റിക്കായി വന്ന് ചേരുന്നതാണ്. നിങ്ങളെ അത് മുകളിലേക്ക് കൊണ്ടുപോകും.
ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആത്മജ്ഞാനത്തിനാണ്. അതിവിടം മുതൽക്ക് തന്നെ ബിഗിനിങ് ആവുന്നു. ഇല്ലെങ്കിൽ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നില്ല. ഇരുട്ട് മാത്രമായിരിക്കും കോടിക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ടാവുക. ലൈറ്റ് പ്രകാശിച്ചാൽ ഇരുട്ട് ഓടി മറയുന്നതാണ്, പെർമനൻ്റായി. അതിന് വാല്യൂ കൂടുതലാണ്. അതിനുശേഷം മുന്നേറ്റത്തിനുള്ള ഈസിയായ വഴി ഉണ്ടാവുന്നതാണ്. ഈ ക്ഷേത്രത്തിലും അവിടുത്തെ ക്ഷേത്രങ്ങളിലും ഡിഫറൻസ് ഉണ്ടല്ലോ. ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് ഓൾ എന്തിന്റെ ടുഗദർ. ഡിഫറൻസ്? രണ്ട് ക്ഷേത്രമുണ്ട്. ഒന്നിൽ ശ്രീമന്ദർ സ്വാമിയുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ തന്നെ. ഇതിൽ ഡിസ്റ്റൻസ് എന്തെന്ന് വെറും ഫിസിക്കൽ വിധത്തിലാണോ അതോ ഡിഫറൻസ് ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് ആണോ? ഡിസ്റ്റൻസ് തീർച്ചയായും ഉണ്ട്. അത് വേറെ തന്നെയാണ്. ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതായത് കാലത്തെ പറ്റി. കാലം എന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലികാലമാണ്. അവിടെ സത്യയുഗം നടക്കുന്നു. യുഗങ്ങളിൽ ഈ ഡിഫറൻസ് ഉണ്ടാവും. വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ സത്യയുഗം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവിടെയും. സത്യയുഗകാലത്ത് ഇതുപോലെ അവിടെയും ചില ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങോട്ട് പോകാൻ ഫ്ലൈറ്റ് വല്ലതുണ്ടോ? ഇവിടെ നിന്ന് റോക്കറ്റിന് പോലും അവിടെ എത്താനാവില്ല. അതവിടെ എത്തിച്ചേരില്ല. റോക്കറ്റില്ലേ, അതിനേക്കാൾ ഒരുപാട് ദൂരമുണ്ട്. അവിടെ എത്തിച്ചേരാനുള്ള ടെക്നോളജി ഇനിയും മുന്നേറിയിട്ടില്ല. സൂര്യനെ കടന്ന് എത്രയോ ദൂരം പോകണം. അത്രയും അകലെയാണ്. സൂര്യൻ്റെ അടുത്ത് പോലും നമുക്ക് ചെല്ലാനാവില്ല. ഗാലക്സി വളരെ വലുതാണ്. അതിനകത്ത് എത്രയോ വിധം സൂര്യനുണ്ട്. ഇവിടെ കാണുന്നതാണ് നിയറസ്റ്റ് സൂര്യൻ. ഇതുപോലെ ധാരാളം സൂര്യനുണ്ട്. ഒന്നു മാത്രമല്ല, ഈ സൂര്യൻ്റെ അടുത്ത് പോലും നമുക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ. പിന്നെങ്ങനെയാ സൂര്യനെ കടന്ന് മുകളിലേക്ക് പോകാനാവുക? ഫിസിക്കലി പോസിബിൾ അല്ല. ലൈഫിൽ ഈ രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതോ ഇനിയും 15 ക്ഷേത്രങ്ങളുണ്ട്. 15 ക്ഷേത്രങ്ങൾ. 5 ഇവിടെ തന്നെയുണ്ട്. ഭരതക്ഷേത്രം, 5 മഹാബലി ക്ഷേത്രം, 5 ഐരാവത ക്ഷേത്രം. എല്ലാറ്റിലും ലൈഫുണ്ട്. എല്ലാറ്റിലും നമ്മെപ്പോലെ പലരുമുണ്ട്. വളരെ അകലെയാണത്. ജ്ഞാനികൾക്ക് ജ്ഞാനത്താൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ആർക്കും അത് മനസ്സിലാവില്ല. സയൻറ്റിസ്റ്റിന് പോലും അറിയില്ല. ഇതെല്ലാം ഗസ് ചെയ്ത് അവിടെയും ലൈഫ് ഉണ്ട് എന്നവർ പറഞ്ഞിരിക്കുകയാണ്. ദേ ആർ ഗസ്സിങ് ആൻഡ് ട്രൈങ് ടു ഗെറ്റ് ഇറ്റ്. Earlier, let me speak in English because it's comfortable for me. We were talking and you were telling not to force anybody. I'm thinking about my baby, my 6-year-old daughter. She doesn't want to do things. She doesn't want to eat saag roti. She doesn't want to, she'll want to eat potato chips instead. Her friend, അയാളുടെ അടുത്ത സുഹൃത്ത് ये लोगों ने कहीं toy मड़ियो है तो she wants the same toy. So isn't the situation for children different than for adults? അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെയും ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. This road is wrong and this road is right. Don't force anybody. But for children, isn't it different? For children, it is different. Is there a good way to manage problems like that? കഴിയുന്നത്ര സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികളെ ഫോഴ്സ് ചെയ്തൊന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല. അവർ കുട്ടികളല്ലേ. അവർ ടീനേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബിഫോർ ദേ കാൺട് അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. നമ്മെക്കൊണ്ട് എന്തുമാത്രം സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമോ അത്രയും
പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്യാം. അവരുടെ ആർഗ്യുമെൻറ്റ്സ് പോലും ട്രൈ ടു കൺവിൻസ് ദം. നന്നായി പറഞ്ഞു കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ അവർ ഒന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഫോഴ്സിബിളി പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് മനസ്സിലാക്കാനുള്ള ശക്തി അത്രമാത്രം ഉണ്ടാവില്ല. നാം പറയുന്നത് ഫോളോ ചെയ്യാനാവില്ല. ഫോർ എക്സാമ്പിൾ, ഏതോ ഒരു കുട്ടി ഡ്രൈനേജിനകത്ത് വീണു. ഒരു ചെറിയ കുട്ടിയാണ്. നീ അവിടെ പോവരുത്, പോയാൽ വീഴും വീഴും എന്നവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അവനെങ്ങനെ മനസ്സിലാവാനാ? നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും അവനെ ശകാരിച്ചാലും അവന് മനസ്സിലാവില്ല. വീണാൽ എന്താവും എന്ന് അവനറിയാൻ സാധിക്കില്ല. അവന് കളിയിലായിരിക്കും കൂടുതൽ ശ്രദ്ധയുള്ളത്. ആദ്യം പറഞ്ഞു നോക്കണം, വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കണം. അതിനുശേഷവും മനസ്സിലായില്ലെങ്കിൽ ഒരല്പം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയേണ്ടി വരും. ചിലപ്പോൾ അവനെ അടിച്ച് ഒരിടത്തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടിയും വന്നേക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വലിയ നഷ്ടമുണ്ടാകാനും ഇടയുണ്ട്. വളരെ വലിയ ഒരു നഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് ഒരല്പം സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവനെ ഉപദേശിക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ട്രോങ് ആയി പറയരുത്. നമ്മുടെ പേരൻസ്, എസ്പെഷ്യലി മദേഴ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്ട്രോങ് ആയിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ടാവും. സ്ട്രോങ് ആയി പറഞ്ഞാലും കുട്ടികളെ അത് അഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ ശക്തി നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. അവർ അമ്മ ഇങ്ങനെ തന്നെ പറയൂ എന്ന് കരുതി അത് കാര്യമാക്കാതെ വിട്ടുകളയും. അവർക്കതിന് വാല്യൂ ഉള്ളതായി തോന്നുകയില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് പറയരുതെന്ന് പറയുന്നത്. വലിയ കാര്യങ്ങൾ വലുതുമുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും 2 മിനിറ്റ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് തന്നെ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. 6 വയസ്സുള്ള കുട്ടിക്ക് എന്തുമാത്രം ഓർമ്മിക്കാൻ കഴിയും? അമ്മയും അച്ഛനും ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അവൾക്ക് 2 മിനിറ്റിനുപരി ഒട്ടും ഓർമ്മയുണ്ടാവില്ല. വീണ്ടും അവൾ അത് തന്നെ ചെയ്യും. ആക്ച്വലി നാം സ്ട്രോങ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പേരൻസ് എന്ന മുറയിൽ നാമാണ് പേഷ്യൻസോടെ ഇരിക്കേണ്ടത്. ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അമ്മയ്ക്കും അച്ഛനും റെസ്പോൺസിബിലിറ്റി അധികമാവുന്നു. വളരെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികൾക്ക് ഈ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ഈസി ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ കോപിച്ച് അവരെ വഴക്ക് പറയും. എൻകറേജ് ചെയ്യേണ്ടതിന് പകരം ഡിസ്കറേജ് ചെയ്യുന്നു. ഡിസ്കറേജ് ചെയ്യേണ്ടടുത്ത് എൻകറേജ് ചെയ്യുന്നു.